ഹലോ സുഹൃത്തെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്ലാസ്സിൽ പല ടൈപ്സിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഒട്ടും പഠിക്കാതെ ഒന്നും പഠിക്കാതെ ഉഴപ്പി നടക്കുന്ന ചിലർ, എന്നാൽ ചിലർ കുറച്ച് പഠിച്ച് കുഴപ്പമില്ലാതെ പഠിച്ച് ആവറേജ് ആയിട്ട് പഠിച്ചു പോകുന്ന ചിലർ, എന്നാൽ ചിലവരുണ്ട് നല്ലപോലെ പഠിക്കും. എന്നാൽ ഈ നല്ലപോലെ പഠിക്കുന്നവരിൽ വ്യത്യസ്തരായിട്ട് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അവരെ നമ്മൾ ക്ലാസ് ടോപ്പേഴ്സ് എന്ന് വിളിക്കും. ഏത് പരീക്ഷ എടുത്താലും ടോപ്പേഴ്സ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് കുറച്ച് പിള്ളേർ കാണും. ടോപ്പേഴ്സ് ഇവിടെ പേര് നമ്മുടെ ക്ലാസ്സിൽ വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ചേട്ടാ ഇവൻ എങ്ങനെയാടാ മാർക്ക് വാങ്ങിക്കുന്നത്, ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ എന്താ കഴിക്കുന്നത്, ഇവർക്ക് മാത്രം എന്താ, ഇവർക്ക് വല്ല ബുദ്ധി കൂടുതലുണ്ടോ, ഇങ്ങനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. എന്നാലും സുഹൃത്തെ, നിങ്ങൾ ചിന്തിക്കും അവർക്ക് എന്തോ ഒരു എക്സ്ട്രാ സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടി എന്തോ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സുഹൃത്തെ, സത്യാവസ്ഥ പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ ബുദ്ധി തന്നെയാണ്. സുഹൃത്തെ, ടോപ്പേഴ്സിനെ ബാക്കിയുള്ള സ്റ്റുഡൻസിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ശീലങ്ങളാണ്. അതായത് ടോപ്പേഴ്സിന് കുറച്ച് ശീലങ്ങളുണ്ട്. ഈ ശീലങ്ങൾ കാരണമാണ് അവർ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, അവരെ ടോപ്പേഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണം അവരുടെ ഈ ശീലങ്ങളാണ്. സോ ഞാൻ അധികം ഇൻട്രോ പറഞ്ഞ് തള്ളുന്നില്ല, ഞാൻ നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. അതായത് ടോപ്പേഴ്സിൻ്റെ ശീലങ്ങൾ. ഈ ശീലങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കും ടോപ്പർ ആവാൻ സാധിക്കും. സോ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഹാബിറ്റ് നമ്പർ 1, പ്രോപ്പർ പ്ലാനിങ്. സുഹൃത്തെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പ്ലാൻ ഇല്ലാതെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവാനുള്ള ഒരു പ്ലാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യത്തിലോട്ട് മുന്നിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അന്ത്യം ഫെയിലിയർ തന്നെയായിരിക്കും. നിങ്ങൾ സ്റ്റഡി ടേബിളിൻ്റെ മുമ്പേ, പഠിക്കാനിരിക്കുന്നതിന് മുമ്പേ നിങ്ങളൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാക്കുക. ഇന്ന് ഞാൻ ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കും, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കും, ഏതൊക്കെ ടോപ്പിക്സിന് മുൻഗണന കൊടുക്കും. എല്ലാ ദിവസവും ഈ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുക. ഞാൻ ഇന്ന് എന്ത് പഠിക്കും എന്നതിനുള്ള ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് മാത്രമേ പഠിക്കാനിരിക്കാവൂ. സോ ടോപ്പർ സ്റ്റുഡൻസ് ആദ്യം ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവർക്കൊരു പ്രോപ്പർ പ്ലാൻ കാണും. ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്രോപ്പർ പ്ലാൻ എല്ലാ ടോപ്പേഴ്സിൻ്റെ കയ്യിലും കാണും. അടുത്ത ഹാബിറ്റ് നമ്പർ 2, നോയിങ് ദ സിലബസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ടോപ്പേഴ്സിൻ്റെ അടുത്ത് എന്ത് ചാപ്റ്ററിൻ്റെ എന്ത് കാര്യം ചോദിച്ചാലും അവർക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് സിലബസ് അറിയാവുന്നതുകൊണ്ടാണ്. നമ്മൾ പലവരും സിലബസ് നോക്കാറില്ല. സിലബസ് നോക്കാതെയാണ് നമ്മൾ പലവരും വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പേഴ്സിനെ വ്യത്യസ്തനാക്കുന്നത് ആ കാര്യം തന്നെയാണ്. ടോപ്പേഴ്സിന് അറിയാം എന്താണ് സിലബസ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് ടോപ്പേഴ്സിന് വൃത്തിയായിട്ട് അറിയാം. നമ്മൾ പലവരും നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലെ സാറന്മാരായിക്കോട്ടെ, അങ്ങനെ അവർ തരുന്നത് മാത്രം പഠിക്കും. സോ അതൊരു ക്ലിയർ, ചിലപ്പോൾ അത് വിജയിക്കാം, തോക്കാം, അങ്ങനത്തെ ഒരു. പക്ഷേ ഒരു ടോപ്പർ സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത് നോയിങ് ദ സിലബസ് നല്ലപോലെ അറിയുക. എന്താണ് എക്സാമിൽ വരാൻ പോകുന്നതെന്ന് സിലബസ് കണ്ടറിയുക. സുഹൃത്തെ, ചിലവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലവർ അധികം പഠിക്കത്തില്ല, പക്ഷേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കാണും. അവർ ടോപ്പർ സെക്ഷനിൽ വരും. കാര്യം എന്താണെന്നറിയാമോ? അവർ ഈ സിലബസ് അറിയാവുന്നതുകൊണ്ടാണ്. സിലബസ് അറിയാൻ വേണ്ടി അവർ വേറൊരു കാര്യം ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കും. സോ അവർ ആ കാര്യങ്ങൾ മാത്രം പഠിക്കും. ഏതൊക്കെയാണോ കൂടുതൽ വട്ടം ചോദിക്കുന്ന ടോപ്പിക്സ് അത് മാത്രം പഠിക്കും. അവർക്കറിയാം, സിലബസ് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർക്കറിയാം എവിടുന്ന് ചോദ്യങ്ങൾ വരും. പ്രഡിക്റ്റബിൾ ആണ്, അവർ പ്രഡിക്റ്റ് ചെയ്യും. സോ ആ പ്രഡിക്ഷൻ ശരിയായിരിക്കും, കാരണം വെച്ചാൽ അവർക്ക് സിലബസ് അറിയാം. സോ സുഹൃത്തെ, എനിക്കൊന്നേ പറയാനുള്ളൂ, സിലബസ് നല്ലപോലെ അറിയുക. ആ സിലബസ് അറിയുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. ആ ചാപ്റ്റേഴ്സിനെ അങ്ങോട്ട് കയ്യിലെടുക്കുക, പഠിക്കുക, ടോപ്പേഴ്സ് ആവുക. അടുത്ത ടോപ്പേഴ്സിൻ്റെ 3ാമത്തെ ശീലം, ഹാബിറ്റ് നമ്പർ 3, മേക്കിംഗ് ഡെഡ് ലൈൻസ്. സുഹൃത്തെ, ടോപ്പേഴ്സ് പൊതുവെ ഡെഡ് ലൈൻസ് വെക്കാറുണ്ട്. അതായത് ഈ ആഴ്ച, ഈ ഒരു മാസം കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത്രയും സബ്ജക്ട്സ് ക്ലിയർ ആക്കണം എന്നുള്ളൊരു ഡെഡ് ലൈൻ പൊതുവെ എല്ലാ ടോപ്പേഴ്സും വെക്കാറുണ്ട്. നമ്മൾ പലവരും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, പരീക്ഷയുടെ ഒരു 10 ദിവസം മുമ്പോ 15 ദിവസം മുമ്പൊക്കെ ആയിരിക്കും ടൈം ടേബിൾ അങ്ങോട്ട് നോക്കുന്നത്. അത് കാരണം തന്നെ ഒരിക്കലും നമ്മൾ പഠിച്ചു തീരാൻ പോകുന്നുമില്ല. ഇനി അഥവാ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലിരിക്കാൻ പോകുന്നതുമില്ല. സുഹൃത്തെ, പൊതുവെ ഒരു 70% സ്റ്റുഡൻസ് ക്ലാസ്സിൽ ആവറേജ് ആയി പോകുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമ്മൾ പരീക്ഷയുടെ അടുക്കുമ്പോൾ പോയി പഠിക്കുന്നു. ആ പഠിച്ചതൊന്നും നമുക്ക് പരീക്ഷാ പേപ്പറിൽ എഴുതാൻ സാധിക്കില്ല. ബിക്കോസ് നമ്മുടെ മൈൻഡിൽ അതൊന്നും ഇല്ല. നമ്മൾ പെട്ടെന്ന് വായിച്ചു തീർത്ത കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും എളുപ്പം എഴുതി തീർക്കുക, അല്ലെങ്കിൽ വൃത്തിയായിട്ട് ഫിഗറൊക്കെ ഉൾപ്പെടെ വരച്ച് തീർക്കുക അല്ലെങ്കിൽ എഴുതി തീർക്കുക എന്ന് വെച്ചാൽ അസാധ്യമാണ്. അവിടെയാണ് ടോപ്പേഴ്സ് കളിക്കുന്നത്. ടോപ്പേഴ്സ് എപ്പോഴും ഡെഡ് ലൈൻസ് വയ്ക്കും. അവർക്കറിയാം ഈ ആഴ്ച ഏത് ചാപ്റ്റേഴ്സൊക്കെ തീർക്കണം, ഏത് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിച്ചു തീർക്കണമെന്ന് അവരെ ഒരാഴ്ച മുമ്പേ പ്ലാൻ ചെയ്യും. ഒരാഴ്ച അവർക്ക് എങ്ങനെ പോകണമെന്ന് നേരത്തെ അറിയായിരിക്കും. ഒരുപക്ഷെ ഈ ഒരാഴ്ച കല്യാണങ്ങൾ കാണാം, പാർട്ടീസ് കാണാം,
ടൂറിന് പോകണമായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ അവരത് അറേഞ്ച് ചെയ്യും. ഈ ഒരാഴ്ച ഇതൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള സമയം എനിക്കിത് പഠിച്ച് തീർക്കണമല്ലോ എന്നൊരു ചിന്തയിൽ അവരെല്ലാം അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് ഡെഡ് ലൈൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. സുഹൃത്തെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മുടെ ഓരോ ദിവസങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കത്തും എന്തൊക്കെയാണ് എൻ്റെ സമയം കളയുന്നത്. അനാവശ്യമായിട്ട് നമ്മൾ ഒരുപാട് സമയം ഫോണിൽ കളയുന്നില്ലേ, സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കുന്നില്ലേ, എന്തൊക്കെ നമ്മൾ ചെയ്ത് കളയുന്നു. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അത് പഠിത്തത്തിന് വേണ്ടി ഉപകരിക്കുകയാണെങ്കിൽ യു ക്യാൻ ഓൾസോ ബി എ ടോപ്പർ. സംസാരിച്ച് മോട്ടിവേഷനിലേക്ക് പോയി. എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഇനി അടുത്ത ശീലം അല്ലെങ്കിൽ അടുത്ത ഹാബിറ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത ഹാബിറ്റ് നമ്പർ 4, ബ്രിങ് ഇൻട്രസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻസി ഇൻ യുവർ സ്റ്റഡീസ്. സുഹൃത്തെ, ഈ 2 കാര്യം വളരെയധികം അത്യാവശ്യമാണ്. പൊതുവേ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒട്ടുമില്ലാത്തൊരു കാര്യമാണ് കൺസിസ്റ്റൻസിയും ഇൻട്രസ്റ്റും. നമ്മൾ പഠനത്തെ സ്നേഹിക്കുന്നില്ല. എന്തിനാണ് പഠിക്കുന്നത്, എവിടെ എത്തണം, അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് നമുക്ക് പഠനം ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ അതിനകത്തൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ സാധിക്കാത്തത്. സുഹൃത്തെ, ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഓടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓടിയെത്തേണ്ടത് വലിയ ദൂരങ്ങളാണ്. നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ അത് വലുതാണെങ്കിൽ നിങ്ങൾ ഓടേണ്ട ദൂരവും വലുതാണ്. സുഹൃത്തെ, ഇനീഷ്യലി ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഈ പഠിത്തം കൊണ്ട് എനിക്ക് എന്ത് നേടും എന്നതിനെ പറ്റി ഒരു ധാരണ കൊണ്ടുവരിക. ഈ പഠനം എനിക്ക് ഉപയോഗപ്പെടുമോ, ഗുണകരമാണോ എന്ന കാര്യം ചിന്തിച്ചിട്ട് ഉത്തരം അതെ എന്നാണെങ്കിൽ കഷ്ടപ്പെടാൻ തുടങ്ങിക്കോ. ബിക്കോസ് ഇത് തന്നെയാണ് നിൻ്റെ വഴി. അതുകൊണ്ട് സുഹൃത്തെ, ബ്രിങ് ഇൻട്രസ്റ്റ് ഇൻ യുവർ സ്റ്റഡി. നിങ്ങൾ പഠനത്തിൽ ഇൻട്രസ്റ്റ് കൊണ്ടുവരിക. ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി തന്നെത്താൻ വരും. അതുകൊണ്ടാണ് ഞാൻ കൺസിസ്റ്റൻസിയെ പറ്റി കൂടുതൽ സംസാരിക്കുന്നത്. ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്തു പോകും. അതിന് വേണ്ടത് ഇൻട്രസ്റ്റാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി കൂടെ വരും. സോ നിങ്ങൾ സ്വപ്നം കാണുക, എവിടെ എത്തണം എന്നുള്ള ഒരു വലിയ സ്വപ്നം കണ്ടിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവില്ലേ? ഞാൻ ഇത്രയും നേരം സംസാരിച്ച ഓരോ ഹാബിറ്റ്സും വർക്ക് ആവണമെങ്കിൽ ഇൻട്രസ്റ്റ് കൊണ്ടുവരണം. പഠനത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിച്ചാലേ ഈ പറഞ്ഞ എന്ത് കാര്യമായാലും വർക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. അടുത്ത അവസാനത്തെ ഹാബിറ്റാണ് ഹാബിറ്റ് നമ്പർ 5, സ്റ്റോപ്പ് യുവർ ഡിസ്ട്രാക്ഷൻസ്. ഇന്നത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഡിസ്ട്രാക്ഷൻസ്. പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. പൊതുവെ ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് പഠിക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ പഠിക്കാനുള്ള സമയം കിട്ടാത്തത് ഈ ഡിസ്ട്രാക്ഷൻസ് കാരണമാണ്. സുഹൃത്തെ, നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഇനി അതല്ല, ഡിസ്ട്രാക്ഷൻസിനെ പറ്റി കൂടുതൽ അറിയണം, ഡിസ്ട്രാക്ഷൻ, ഫോൺ അഡിക്ഷൻ ഇതെല്ലാം മാറ്റണമെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസും ചെയ്തിട്ടുണ്ട്. സുഹൃത്തെ, ഡിസ്ട്രാക്ഷൻ മാത്രമല്ല വേറെ ഒരുപാട് വീഡിയോസ്, വേറെ സ്റ്റഡി ടിപ്സ് ആയിക്കോട്ടെ, സ്റ്റഡി മോട്ടിവേഷൻസ് ആയിക്കോട്ടെ, ഒരുപാട് ഷോർട്സ്, അങ്ങനെ ഒരുപാടുണ്ട് ചാനലിൽ. സോ ജസ്റ്റ് ഒന്ന് നോക്കുക, ചാനലൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ സുഹൃത്തെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പ്ലീസ് എന്തെങ്കിലും പറയുക, കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇടുക, നമുക്ക് തമ്മിൽ സംസാരിക്കാമല്ലോ. സോ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കുക. ചാനലിൽ തുടരാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാത്തതുകൊണ്ടാണ് പലവർക്കും നോട്ടിഫിക്കേഷൻ എത്താത്തത്. സോ കൂടുതലൊന്നും പറയാനില്ല, ടോപ്പേഴ്സ് ആവാൻ വേണ്ടി ഈ ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.